റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. അതൊരു വശത്ത് വല്ലാത്ത രൂപത്തിലേക്കൊക്കെ മാറുമ്പോൾ അത് പുതിയൊരു വാർത്ത വരുന്നു. അത് വളരെ രസകരമായ മറ്റൊരു വാർത്തയാണ്. റഷ്യയുടെ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കുന്നത് ഫ്രാൻസാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ചൈനക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഉപരോധമുള്ള റഷ്യൻ എണ്ണ അനധികൃതമായി കടത്തിയെന്ന് ആരോപിച്ചിട്ടാണ് ഫ്രാൻസ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് തുറമുഖമായ നസേയറിന് സമീപിച്ച് ബോറോക്കെ എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. അപ്പോൾ റഷ്യൻ കപ്പൽ, എണ്ണക്കപ്പൽ ഫ്രാൻസ് പിടിച്ചെടുത്തിരിക്കുന്നു. അത് നന്നായി എന്ന് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന് റഷ്യയും പറയുന്നു. എന്തായാലും യൂറോപ്യൻ യൂണിയൻ്റെ കരിമ്പട്ടികയിലുള്ള കപ്പലാണിത്. അത് കപ്പലും കരിമ്പട്ടികയിലുള്ളതാണ്. കപ്പൽ പിടിച്ചെടുത്ത് സ്ഥിരീകരിച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലാക്കോർണു നാവികസേനയെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ സെബാസ്റ്റ്യൻ ലാക്കോർണു നാവികസേനയെ അഭിനന്ദിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിനെ അപലപിച്ചു എന്നുള്ളതാണ്. റഷ്യയുടെ എണ്ണ വിൽപ്പന വരുമാനത്തിൽ തടയാള യൂറോപ്പിൻ്റെ നടപടിയുടെ ഭാഗമാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും പറഞ്ഞു. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ഫണ്ട് ലഭിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിടിച്ചെടുത്തത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ വ്യോമപരിധി ലംഘിച്ച് ഡ്രോണുകൾ അയക്കുന്ന റഷ്യയുടെ നടപടിക്ക് ഈ കപ്പലുമായി ബന്ധമുണ്ടെന്നും മാക്രോ ആരോപിച്ചു. റഷ്യയെ സമ്മർദ്ദത്തിലാക്കുകയും വെടിനിർത്തൽ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കുകയും ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. റഷ്യയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് ഉക്രൈനെതിരെയുള്ള വെടിനിർത്തൽ നിർത്തിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും മക്രോ പറയുന്നുണ്ട്. റഷ്യയുടെ കപ്പലുകളെ സംശയസാഹചര്യത്തിൽ കണ്ടാൽ പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ നടപടിക്കെതിരെ ആഞ്ഞടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിട്ടുണ്ട്. എണ്ണക്കപ്പൽ രാജ്യാന്തര നിയമങ്ങൾ, ലോക നിയമങ്ങൾ ലംഘിക്കുകയോ ആയുധങ്ങൾ കടത്തുകയോ ചെയ്തിട്ടില്ല. ഫ്രാൻസിൻ്റെ നടപടി കടൽ കൊള്ളയാണ്. ആ വാക്കാണ് ഉപയോഗിച്ചത്, ചെറിയ വാക്കല്ല. കടൽ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. രാജ്യാന്തര കപ്പൽ പാതയിൽ വച്ചാണ് ഫ്രഞ്ച് നാവികസേന കപ്പൽ പിടിച്ചെടുത്തത്. അത് തെമ്മാടിത്തരമാണ്, ശുദ്ധ അസംബന്ധമാണ്. അത് അംഗീകരിക്കാനാകില്ല. യൂറോപ്പിൽ റഷ്യക്കെതിരെ സൈന്യ നീക്കങ്ങൾ നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റഷ്യയെ ഒറ്റപ്പെടുത്താനൊന്നും നിങ്ങളാരും കരുതണ്ട. കടുത്ത പ്രത്യാഘാതം തന്നെ നേരിടേണ്ടി വരുമെന്നാണ് പുട്ട് പറയുന്നത്. അതേസമയം കപ്പൽ ഫ്രാൻസ് വിട്ടയച്ചെന്നും ക്യാപ്റ്റനെ മോചിപ്പിച്ചെന്നുമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കപ്പൽ നിലവിൽ സൂയസ് കനാൽ ഭാഗത്തേക്ക് നീങ്ങുകയാണെന്നും പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പേടിപ്പിക്കുക റഷ്യയെ എന്നുള്ളത് മാത്രമേ ഫ്രാൻസിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫ്രാൻസ് പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യ പേടിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ഞങ്ങൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ മുന്നേറ്റം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചാവേർപ്പണി ഞങ്ങൾ കണ്ടുപിടിക്കും. ഞങ്ങൾ കൃത്യമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. എന്തായാലും യുദ്ധം, യുക്രൈനിലെ എതിരെയുള്ള റഷ്യയുടെ പടയോട്ടം തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ, അവസാനം ഇത് എണ്ണക്കപ്പൽ പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധവും വരുന്നു. അതാണ് യുദ്ധത്തിൽ തന്ത്രങ്ങൾ ഒരുപാട് വരും. ഏതൊക്കെ എവിടെ വെച്ചെന്നും നമുക്കറിയാൻ കഴിയില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പാഠമാണ്.